Hello students, welcome again into Academic and Professional Success, your common English paper A03. Today we will be discussing dissertation and thesis. Okay, before that we will just recap on what we studied in the last class. I think research paper, proposal, case study, review of literature, etc. What do you mean by research paper? Research paper provide detailed information on a topic. Research paper provide a detailed information on a topic. Okay, what are the steps, what are the different sections of research paper? Literature review, methodology, discussion and conclusion. There are some steps for the research. A research paper provides or give detailed information on a topic. Research paper have certain style guides also. Next, proposal is the purpose of the proposal is to demonstrate your ability to plan for a future action. How you able to take future actions, അതാണ് അല്ലേ. ഹൗ ഈസ് capable ഓഫ് ടേക്കിംഗ് ഫ്യൂച്ചർ ആക്ഷൻസ്, എത്രത്തോളം capable ആണ് ഫ്യൂച്ചർ ആക്ഷൻ എടുക്കാൻ എന്ന് നമ്മൾ പ്രപ്പോസലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ what you present to explain objectives, purpose, methodology. It means a detailed plan of a project you are wishing to take. ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് എ പ്രോജക്റ്റ് ആണ്. ദെൻ വേർഡ് കേസ് സ്റ്റഡി. എന്താണ് കേസ് സ്റ്റഡി? മീൻസ് പ്രോബ്ലം സോൾവിങ് അല്ലേ. കേസ് സ്റ്റഡിയിൽ പ്രോബ്ലം സോൾവിങ്, ക്രിറ്റിക്കൽ തിങ്കിങ്, റൈറ്റിംഗ് ഇവയെല്ലാം ഉണ്ടാവും. കേസ് സ്റ്റഡി യൂസസ് ദ മെത്തേഡ് ഓഫ് അനലൈസിങ് സാമ്പിൾ കേസസ് അല്ലെങ്കിൽ റിയൽ ഓർ ഇമാജിനറി കേസസ് വെച്ചിട്ടാണ് ഒരു കേസ് എടുത്ത് പഠിക്കുക. അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടൊരു ഇമാജിനറി കേസ് വെച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അതിൽ ഏത് രീതിയിൽ ഹൗ ഇറ്റ് ഹാൻഡിൽഡ് ആൻഡ് ഹൗ ഇറ്റ് വിൽ ബി സോൾവ്ഡ്, ആ ഒരു കാര്യം അതിലൂടെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുക. ദെൻ review of literature attempts to look at previous writings with the critical eyes. That is a very important point. Review of literature-ന്റെ പ്രത്യേകത എന്താണ്? ലുക്ക് അറ്റ് ദ പ്രീവിയസ് റൈറ്റിംഗ് എങ്ങനെയാണ് നോക്കേണ്ടത്? വിത്ത് എ ക്രിറ്റിക്കൽ ഐയോട് കൂടിയാണ് നോക്കേണ്ടത്. ഓഫൺ ഫൈൻഡ് ഔട്ട് ദ മെത്തഡോളജിക്കൽ ആൻഡ് അതർ ഷോർട്ട് കമ്മിങ്സ്. ചില ഷോർട്ട് കമ്മിങ്സ് ഒക്കെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ്, അതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യും? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തും. നമ്മൾ ചെയ്യാൻ പോണ വർക്കിനെ കുറിച്ച് മറ്റാരോ എഴുതി വെച്ച വർക്ക് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അത് ക്രിറ്റിക്കൽ ഐയോട് കൂടിയാണ് നോക്കുക. അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്താണ് അതിൻ്റെ ഒരു കുറവുകൾ, അത് നികത്തിയിട്ട് വേണം നമ്മുടെ പുതിയ വർക്ക് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വെൽ. നൗ വി ഹാവ് ഡിസർട്ടേഷൻ ആൻഡ് തീസിസ്. The word dissertation and thesis are often used interchangeably to refer to the mandatory final project in certain academic program. The names are used in different ways in different places. For instance, in the universities and colleges in the United States, a thesis is the final project of master degree and dissertation is submitted for a doctoral degree. Whereas in the United Kingdom, in UK, a thesis is submitted for doctoral degree and dissertation for a master's project. The structure followed in both is similar, although there are differences in number of pages. A doctoral dissertation is usually lengthier compared to the master's project. Dissertation or thesis are reports of the research work carried out by the scholars. എന്താണ് പറഞ്ഞു നോക്കൂ. ദ വേർഡ് ഡിസർട്ടേഷൻ ആൻഡ് തീസിസ് ആർ ഓഫൺ യൂസ്ഡ് ഇന്റർചേഞ്ചബിളി ടു റെഫർ ടു ദ മണ്ടേറ്ററി ഫൈനൽ പ്രോജക്റ്റ് ഇൻ സർട്ടൈൻ അക്കാദമിക് പ്രോഗ്രാംസ്. ഡിസർട്ടേഷൻ ആൻഡ് തീസിസ് ആർ ഓഫൺ യൂസ്ഡ് ആസ് ഇന്റർചേഞ്ചബിളി അല്ലേ. ബോത്ത് ആർ ഇന്റർചേഞ്ചബിൾ വേർഡ്സ്, ബോത്ത് ആർ സെയിം. രണ്ടും ഒരേ എന്താണ് സാധനങ്ങൾ തന്നെയാണ്. പല സ്ഥലത്ത് ഇത് പല പേരുകളാണ്. പല മാസ്റ്റർ പ്രോഗ്രാമിന്, ചിലയിടത്ത് ഡോക്ടറൽ പ്രോഗ്രാമിനാണ് ഡിസർട്ടേഷൻ ഉപയോഗിക്കുക. ആ ഒരു മാറ്റം, ബോത്ത് ആർ interchangeable words to refer the mandatory final project in certain academic project. ഇത് നിർബന്ധമാണ്. ചില അക്കാദമിക് പ്രോജക്റ്റുകൾക്ക് നിർബന്ധമാണ്. നമ്മളൊരു ഡിഗ്രി കംപ്ലീറ്റ് ആവുന്ന സമയത്ത്, ഒരു മാസ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി കംപ്ലീറ്റ് ആവുന്ന സമയത്ത് മാൻഡേറ്ററി ഫൈനൽ പ്രോജക്റ്റാണ്, നിർബന്ധമാണ്, കമ്പൽസറി പ്രോജക്റ്റാണിത്. ദിസ് ഈസ് എ മാൻഡേറ്ററി ഫൈനൽ പ്രോജക്റ്റ്. ഡിസർട്ടേഷൻ ആൻഡ് തീസിസ് ആർ interchangeable words, both are mandatory final project.
Okay. In the universities of United States, a thesis is the final project of master degree. യുണൈറ്റഡ് സ്റ്റേറ്റിൽ അല്ലേ, യു എസിൽ ഇതെന്താണ്, മാസ്റ്റർ ഡിഗ്രീൻ്റെ ഫൈനലായിട്ട് വെക്കുന്നതാണ്. മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന ആൾ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട പ്രോജക്റ്റാണ് എന്ത്, തീസീസ്. ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട സംഭവം തീസീസാണ്. ഡിസേർട്ടേഷൻ ഈസ് സബ്മിറ്റഡ് ഫോർ ദ ഡോക്ടറൽ ഡിഗ്രി. യു എസിൽ ഡോക്ടറൽ ഡിഗ്രിക്ക് ഡിസേർട്ടേഷനും മാസ്റ്റർ ഡിഗ്രിക്ക് തീസീസുമാണ് സബ്മിറ്റ് ചെയ്യാറ്. വേർ ആസ് ഇൻ യുണൈറ്റഡ് കിങ്ഡം, പക്ഷേ യു കെയിൽ എ തീസീസ് ഈസ് സബ്മിറ്റഡ് ഫോർ ഡോക്ടറൽ ഡിഗ്രി. അതാണ് വ്യത്യാസം കേട്ടോ. തീസീസ് ഡോക്ടറൽ ഡിഗ്രിക്ക് സബ്മിറ്റ് ചെയ്യും, മാസ്റ്റർ ഡിഗ്രിക്ക് ഡിസേർട്ടേഷനും സബ്മിറ്റ് ചെയ്യും. നമ്മുടെ ഇവിടെ ഡിഗ്രിക്ക് UG പ്രോഗ്രാമിന് എന്താണ്, പ്രൊജക്റ്റാണ് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അമേരിക്കയിൽ മാസ്റ്റർ ഡിഗ്രിക്ക് തിസീസും ഡോക്ടറൽ ഡിഗ്രിക്ക് ഡിസേർട്ടേഷനുമാണ്. അറ്റ് ദ സെയിം ടൈം യുണൈറ്റഡ് കിങ്ഡം UK ഡോക്ടറൽ ഡിഗ്രി എന്താണ്, തീസീസാണ്. അതുപോലെ മാസ്റ്റർ ഡിഗ്രിക്ക് ഡിസേർട്ടേഷനാണ്. ദ സ്ട്രക്ചർ ഫോളോഡ് ഇൻ ബോത്ത് ഈസ് സിമിലർ. രണ്ടിന് സ്ട്രക്ചർ എന്താണ്, സിമിലർ ആണ്. ഓൾദോ ദർ ആർ ഡിഫറൻസസ് ഇൻ ദ നമ്പർ ഓഫ് പിന്നെ എന്താ വ്യത്യാസമുള്ളത്, പേജിലാണ് വ്യത്യാസമുള്ളത് അല്ലേ. എ ഡോക്ടറൽ തീസീസ് ഓർ ഡിസേർട്ടേഷൻ ഈസ് യൂഷ്വലി ലെങ്തിയർ കമ്പയർഡ് ടു ദ മാസ്റ്റർ പ്രോജക്റ്റ്. എന്താണ്, ഒരു മാസ്റ്റർ പ്രോജക്റ്റിനുള്ളതിനെക്കാട്ടി എന്തായാലും ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടാകും. അതുകൊണ്ട് ഡോക്ടറൽ തീസീസ് എന്തായിരിക്കും, പേജ് കൂടുതലായിരിക്കും. ഡിസേർട്ടേഷൻ തീസീസ് ആർ റിപ്പോർട്ട് ഓഫ് റിസർച്ച് വർക്ക് ക്യാരീഡ് ഔട്ട് ബൈ ദ സ്കോളർ. ഒരു ഡിസേർട്ടേഷൻ തീസീസ് എന്ന് പറഞ്ഞാൽ റിസർച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് സ്കോളർ സബ്മിറ്റ് ചെയ്യുന്നതാണ്. റിപ്പോർട്ട് ഓഫ് റിസർച്ച് വർക്ക് ക്യാരീഡ് ഔട്ട് ബൈ ദ സ്കോളർ റിസർച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന റിപ്പോർട്ടുകളാണ് ഡിസേർട്ടേഷൻ തീസീസ്. ഇതാണ് ഡിസേർട്ടേഷനും തീസീസും തമ്മിലുള്ള വ്യത്യാസം. എന്താണ്, ഇൻ്റർചേഞ്ചബിൾ വേർഡ്സ് ആണ്, മണ്ടേറ്ററി ഫൈനൽ പ്രോജക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ വ്യത്യാസം എന്താണ്, ദ നെയിം യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. പല സ്ഥലത്ത് പല രീതിയിലാണ് ഈ പേര് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ ദ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ഇൻ US തീസീസ് എന്തിനാണ്, മാസ്റ്റർ ഡിഗ്രി പ്രോജക്റ്റാണ്. ഡിസേർട്ടേഷനാണ് ഡോക്ടറൽ ഡിഗ്രിക്ക്. അറ്റ് ദ സെയിം ടൈം UK എന്താണ്, തീസീസ് ഡോക്ടറൽ ഡിഗ്രിക്കും ഡിസേർട്ടേഷൻ മാസ്റ്റർ പ്രോജക്റ്റുമാണ്. രണ്ടിന് സ്ട്രക്ചർ സെയിം ആണ്. പിന്നെ എന്താ വ്യത്യാസമുള്ളത്, നമ്പർ ഓഫ് പേജസിലാണ് വ്യത്യാസമുള്ളത്. പിന്നെ ലെങ്ത് ഏതായിരിക്കും, ഡോക്ടറൽ തീസീസിനായിരിക്കും ലെങ്ത് കൂടുതൽ മാസ്റ്റർ ഡിഗ്രീനേക്കാളിലും. ഓക്കെ. Next, we have the approaches to academic writing. In college assignments, you may also be required purpose 1 the following approaches: expository, descriptive, analytical, persuasive, narrative, and critical. More than one type of writing may be required in one academic writing assignment. Certain approaches to writing, such as narrative writing for academic and professional success, and descriptive, are widely used for subjective or personal writing. Nevertheless, you may be given an assignment that necessitates inclusion of sections using such approaches. See the box below for more details about the approaches and to writing and the key features of each approach. അപ്പോൾ അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്, ഏത് കീവേഡ്സാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്ക് നോക്കാം. ഇൻ കോളേജ് അസൈൻമെൻറ്റ്സ് യു മേ ഓൾസോ ബി റിക്വയർഡ് ടു പെർസ്യൂ വൺ ഓഫ് ദ കോളേജ് അസൈൻമെൻ്റ് ആണെങ്കിൽ താഴെയുള്ള ഏതെങ്കിലും എക്സ്പോസിറ്ററി അപ്രോച്ച് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് താഴെ. ഇതെന്താ നമുക്ക് പറയാം, എക്സ്പോസിറ്ററി ഡിസ്ക്രിപ്ഷൻ എഴുതുക, അനലൈസ് ചെയ്യുക, പെർസ്വേസ് നമ്മൾക്കൊരു ഇൻസ്പിരേഷൻ ഉണ്ടാക്കുന്ന എഴുത്തുകൾ. നരേറ്റീവ് പറഞ്ഞാൽ വെറുതെ നരേറ്റ് ചെയ്ത് പോവുക. പിന്നെ ക്രിറ്റിക്കൽ എന്തെങ്കിലും എന്താണ് അതിലെ തെറ്റുകൾ തിരുത്തി നിരൂപണം നടത്തുക. മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് മേ ബി റിക്വയർഡ് ഇൻ വൺ അക്കാദമിക് റൈറ്റിംഗ്. ചിലപ്പോൾ എന്താണ് ഒരു അക്കാദമിക് റൈറ്റിംഗ് അസൈൻമെൻറ്റിൽ തന്നെ എന്താണ് പല ടൈപ്പ് റൈറ്റിങ്ങും പല അപ്രോച്ചസും നമ്മൾ സ്വീകരിക്കേണ്ടി വരും. സെർട്ടൈൻ അപ്രോച്ചസ് ടു റൈറ്റിംഗ് സച്ച് ആസ് നരേറ്റീവ് റൈറ്റിംഗ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ സബ്ജക്റ്റീവ് ഓർ പേഴ്സണൽ റൈറ്റിംഗ്സ്. അപ്പോൾ എന്താണ് സെർട്ടൈൻ അപ്രോച്ചസ് ടു റൈറ്റിംഗ് സച്ച് ആസ്, ചില അപ്രോച്ചുകൾ നരേറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ സബ്ജക്റ്റീവ് ഓർ പേഴ്സണൽ. നരേറ്റീവും ഡിസ്ക്രിപ്റ്റീവും പേഴ്സണൽ
പേഴ്സണൽ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് റൈറ്റിങ്സുകൾ. പേഴ്സണലായിട്ടുള്ള സംഭവങ്ങളും എന്താണ് നമ്മുടെ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ പേഴ്സണൽ, ഇങ്ങനെ കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ഏത് അപ്രോച്ചാണ് സ്വീകരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, നരേറ്റീവ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ചാണ് നമ്മൾ സ്വീകരിക്കുക എപ്പോൾ സബ്ജക്റ്റീവ് ആൻഡ് പേഴ്സണൽ റൈറ്റിങ്ങുകൾ എഴുതുന്ന സമയത്ത്. മനസ്സിലായോ? ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ഇതാണ് സബ്ജക്റ്റീവ് അല്ലെങ്കിൽ പേഴ്സണൽ റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, എന്താണ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ചുകൾ അല്ലെങ്കിൽ നരേറ്റീവ് അപ്രോച്ചാണ് സബ്ജക്റ്റീവ് ഓർ പേഴ്സണൽ റൈറ്റിങ്സിന് ഉപയോഗിക്കുക. യു മേ ബി ഗിവൺ ആൻ അസൈൻമെൻറ്റ് ദാറ്റ് നെസസിറ്റേറ്റ്സ് ഇൻക്ലൂഷൻ ഓഫ് ദി സെക്ഷൻ യൂസിങ് സച്ച് അപ്രോച്ചസ്. അങ്ങനെ താഴെയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സീ ദ ബോക്സ് വിൽ ഓഫർ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദ അപ്രോച്ചസ് ടു റൈറ്റിംഗ് ആൻഡ് കീ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് അപ്രോച്ച്. അപ്പോൾ ഈ അപ്രോച്ചസുകൾ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എക്സ്പോസിറ്ററി അപ്രോച്ച് ആകുമ്പം എന്താണ് അതിലെ കീ ഫീച്ചേഴ്സ്? എക്സ്പോസിറ്ററി അപ്രോച്ച്, അപ്പോൾ ഇത് കാര്യമായിട്ടൊരു എസ്സേ അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് നല്ല രീതിയിലാവണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഒരു നേച്ചർ അതിനെ ബാധിക്കും. പിന്നെ നമ്മളെ ഡിസിപ്ലിന്, ഓഡിയൻസ്, പേർപ്പസ്. അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് ഈസ് നെസസറി ടു സെലക്ട് അപ്രോച്ചസ് ടു റൈറ്റിംഗ്. ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് മനസ്സിലാവുക എന്നുള്ളത് നിർബന്ധമാണ് ഒരു അപ്രോച്ചസ് തിരഞ്ഞെടുക്കണമെങ്കിൽ. നമ്മളിപ്പോൾ ഏത് അപ്രോച്ചിൽ എഴുതണം എന്നറിയണമെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ നോക്കണം. അനലൈസ് ദി ഫോളോയിങ് ഡേറ്റ എന്നാണെങ്കിൽ നമ്മൾ ഏത് അപ്രോച്ചാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അനലൈസ് എന്നുള്ള ഇൻസ്ട്രക്ഷണൽ വേർഡ് നമ്മളെ ക്ലിക്ക് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് അപ്രോച്ച് സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടോ. ഇനി എക്സ്പോസിറ്ററി അപ്രോച്ച്, ടു എക്സ്പ്ലെയിൻ, ഇൻഫോം, ഡിഫൈൻ ഓർ ഡിസ്ക്രൈബ് എ സബ്ജക്റ്റ്. അതാണ് എക്സ്പോസിറ്ററി അപ്രോച്ച്. നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഇൻഫോം, ഒരറിവ് ഇൻഫോം ചെയ്യാൻ, ഡിഫൈൻ ചെയ്യാൻ, ഡിസ്ക്രൈബ്, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ. ഇതിനൊക്കെ ഏത് അപ്രോച്ചാണ് ഉപയോഗിക്കുക? എക്സ്പോസിറ്ററി അപ്രോച്ചാണ് ഉപയോഗിക്കുക. ഫോക്കസ് ഓൺ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് റാദർ ദാൻ ഒപ്പീനിയൻസ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്. ഒപ്പീനിയൻസും ആർഗ്യുമെൻറ്റ്സും അല്ല കൂടുതലായിട്ട് എഴുതേണ്ടത്. എന്താണ്? പിന്നെ ഫാക്റ്റാണ് അധികം എഴുതേണ്ടത്. പിന്നെ ഫിഗേഴ്സ് വെച്ചിട്ട് ഫാക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്, ഒപ്പീനിയനും ആർഗ്യുമെൻറ്റ്സിനാട്ടും കൂടുതൽ. പിന്നെ ലോജിക്കൽ ഓർഡറിങ് ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്റർ ലോജിക്കലി വേണം എഴുതാനായിട്ട്. നല്ല ഇൻട്രൊഡക്ഷനിൽ മൊത്തമായിട്ട് എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്നുള്ള ഇൻട്രൊഡക്ഷനിൽ വെക്കണം. പിന്നെ ബോഡി പാരഗ്രാഫുകളിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കണം. ഇതാണ് എക്സ്പോസിറ്ററി അപ്രോച്ച്. പിന്നെ കോമൺലി യൂസ്ഡ്, ഇത് എന്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുക? ടെക്സ്റ്റ് ബുക്കുകൾ, ബിസിനസ് ആൻഡ് ടെക്നിക്കൽ, സയൻറ്റിഫിക് റൈറ്റിങ്ങുകളൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഏത് അപ്രോച്ചാണ് സ്വീകരിക്കുക? എക്സ്പോസിറ്ററി അപ്രോച്ച്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ സില്ലിയായി കാണരുത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പോസിറ്ററി അപ്രോച്ച് ഇത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫാക്റ്റും ഫിഗേഴ്സും ആണ്, റാദർ ദാൻ ഒപ്പീനിയൻസ് ആൻഡ് ആർഗ്യുമെൻറ്റ്. ലോജിക്കൽ ഓർഡറിങ് നിർബന്ധമാണ്. കോമൺലി ഈ ഒരു അപ്രോച്ച് സ്വീകരിക്കുന്നത് ബിസിനസ്, ടെക്നിക്കൽ, സയൻറ്റിഫിക് റൈറ്റിങ്ങുകളിലും എന്താണ് ടെക്സ്റ്റ് ബുക്ക് എഴുതാനൊക്കെയാണ് ഈ ഒരു അപ്രോച്ച് സ്വീകരിക്കുക. നെക്സ്റ്റ് എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച്. ഡിസ്ക്രിപ്റ്റീവ് എന്താണ്? ഡിസ്ക്രൈബ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിലെ കീവേഡ്, അതിൽ ഇൻസ്ട്രക്ഷണൽ വേർഡ് ഉണ്ടാവുക. അപ്പോൾ യൂസ് ഓഫ് വിഷ്വൽ വേർഡ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ടു എനേബിൾ വിഷ്വലൈസിങ്. വിഷ്വൽ വേർഡുകളും ഡിസ്ക്രിപ്ഷൻസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് ഉണ്ടാവുക. ഫിഗറേറ്റീവ് ആൻഡ് പോയറ്റിക് യൂസ് ഓഫ് ലാംഗ്വേജ്. ഫിഗറേറ്റീവും പോയറ്റിക് യൂസും, ലാംഗ്വേജിൻ്റെ ഫിഗറേറ്റീവ് പോയറ്റിക് യൂസിലൂടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതാണ് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച്. ഇതിലെ വേർഡ്സുകൾ നമ്മൾ പഠിക്കൽ നിർബന്ധം കേട്ടോ. പിന്നെ പെർസ്വേസീവ്, നമ്മൾ ഇൻസ്പയർ ചെയ്യാനുള്ള, എയിംസ് അറ്റ് കൺവിൻസിങ് റീഡേഴ്സ് ടു ആക്സെപ്റ്റ് ദ റൈറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. അതാണ് പ്രത്യേകത. എന്താണ് പെർസ്വേസീവ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, നമ്മൾ എഴുത്തിലൂടെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യണം. അത് കണ്ടിട്ട് അവർക്ക് തോന്നണം ഇത് ഈ ഒരു വിചാരിച്ച രീതിയിൽ തന്നെയാണ് എഴുതിയത്. ആ ഒരു രീതിയിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ, നമ്മളെ റീഡിങ്സ്, നമ്മളെ റൈറ്റിങ്സ് വായിച്ച ആൾക്ക് നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങോട്ട് ഇൻസ്പയർ ആവണം. അതാണ് പെർസ്വേസീവ് അപ്രോച്ച്. ഇതിലിപ്പോൾ ഇമ്പോർട്ടൻ്റ് അത് എക്സ്പോസിറ്ററി, പെർസ്വേസീവ്. ഡിസ്ക്രിപ്റ്റീവ് ജസ്റ്റ് മനസ്സിലാക്കുക. എക്സാമിന് എക്സ്പോസിറ്ററിയും പെർസ്വേസീവും ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്.
എയിംസ് ടു കൺവിൻസ് ദ റീഡേഴ്സിനെ ബോധിപ്പിക്കണം, റൈറ്റ്, നമ്മൾ എഴുത്തുകാരെ പോയിന്റ് ഓഫ് വ്യൂ ആക്സെപ്റ്റ് ചെയ്യാണ്. പ്രസൻറ്റേഷൻ ഓഫ് ദ ഫാക്റ്റ്, ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഫൈൻഡിങ്സ് ഇൻ എ ലോജിക്കൽ മാനർ. ഫാക്റ്റും ആർഗ്യുമെൻറ്റ്സും ഫൈൻഡിങ്ങും ഒക്കെ ലോജിക്കൽ മാനറിൽ തന്നെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ആംപിൾ യൂസ് ഓഫ് എവിഡൻസ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ആർഗ്യുമെൻറ്റ്സ്. നമ്മൾ പറഞ്ഞ ആർഗ്യുമെൻറ്റ്സിനൊക്കെ എവിഡൻസ് വെച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ. നെക്സ്റ്റ് അനലിറ്റിക്കൽ അപ്രോച്ച്. അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുകയാണ് അല്ലേ, അനലൈസ് ചെയ്തിട്ട് പഠിക്കുകയാണ്. മേ സർട്ടൈൻ എലമെൻറ്റ്സ് ഓഫ് എക്സ്പോസിഷൻ, പെർസുവേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. ഇതിൽ അനലൈസ് ചെയ്യുമ്പോൾ എല്ലാം ഉണ്ടാവും. എക്സ്പോസിഷന്, പെർസുവേഡ് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം. ഇതിൽ കൂടുതലായിട്ടും നമ്മൾ എക്സ്പോസ് ചെയ്ത് കാണിക്കണം, ഇൻസ്പയർ ചെയ്യണം, ഡിസ്ക്രൈബും ചെയ്യണം. ഫോക്കസ് ഓൺ ഓർഗനൈസിങ് ഫാക്ട് ഓർ ഇൻഫർമേഷൻ ഇൻ ടു കാറ്റഗറൈസ്, ഗ്രൂപ്പ്, പാർട്ട്, ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ്. ഇതൊക്കെ പറയാനായിട്ടാണ് അനലൈസ് ചെയ്യുക. എന്താണ് കാറ്റഗറൈസ് ചെയ്യാൻ, ഇൻഫർമേഷൻ നൽകാൻ, പാർട്സ്, ടൈപ്പ്, അതിൻ്റെ റിലേഷൻഷിപ്പൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. എക്സാമിൻസ് റിലേഷൻഷിപ്പ് ഓഫ് ഐഡിയാസ് ഓഫ് പാർട്സ് ഓഫ് സംതിങ്. പിന്നെ ചില ഐഡിയൻ്റെ റിലേഷൻഷിപ്പ്, അതിൻ്റെ പാർട്ടുകൾ വിവരിക്കാനൊക്കെ. പ്രൊവൈഡ് പോസിബിൾ സിറ്റുവേഷൻസ് ആൻഡ് ആൾട്ടർനേറ്റീവ് റെസ്പോൺസസ് ആൻഡ് കമ്പേഴ്സ് ആൻഡ് കോൺട്രാസ്റ്റ്. കമ്പയറും കോൺട്രാസ്റ്റും ചെയ്യാനും പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും അതിനനുസൃതമായ റെസ്പോൺസസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അനലിറ്റിക്കൽ അപ്രോച്ച് ഉപയോഗിക്കുക. എക്സാമിൻസ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഐഡിയ. അപ്പം 3 പോയിന്റ് ഓർത്തുവെച്ചാൽ മതി. മേ കണ്ടെയ്ൻ എലമെൻറ്റ്സ് ഓഫ് എക്സ്പോസിഷൻ, പെർസുവേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. ഈ ഒരു അനലിറ്റിക്കൽ അപ്രോച്ചിൽ പെടുന്നതാണ് എക്സ്പോസിഷനും പെർസുവേഷനും ഡിസ്ക്രിപ്ഷനും. പിന്നെ ഫാക്റ്റുകൾ ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്, ഗ്രൂപ്പും, ഓർഗനൈസിങ് ഫാക്റ്റ് ഓർ ഇൻഫർമേഷൻ ഇൻ ടു കാറ്റഗറൈസ്, ഗ്രൂപ്പ്, പാർട്സ് എക്സെട്ര. അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടത്. എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ഓഫ് ഐഡിയാസ്. പിന്നെ എന്താണ് ക്രിറ്റിക്കൽ അല്ലെങ്കിൽ ഇവാലുവേറ്റ് അപ്രോച്ച്. ഇതെന്തിനാണ്? ടു ഇവാലുവേറ്റ് ദ മെറിറ്റ് ഓർ ടു പോയിൻ്റ് ഔട്ട് ദ ഇനാഡിക്വസീസ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് വർക്ക്. ഇതെന്താണ്? ടു ഇവാലുവേറ്റ് ദ മെറിറ്റ് ഓർ ടു പോയിൻ്റ് ഔട്ട് ഇനാഡിക്വസീസ്. മെറിറ്റ് അനലൈസ് ചെയ്യാൻ അല്ലേ, ഇവാലുവേറ്റ് ചെയ്യാൻ, ഒന്നിൻ്റെ നന്മ അനലൈസ് ചെയ്യാൻ, പിന്നെ അവിടുത്തെ ഒരു അവിടുത്തെ പൊരുത്തമില്ലായ്മ ആൻഡ് പ്രൊവൈഡ് ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇതിങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് അവിടെ പൊരുത്തമില്ലായ്മകൾ കാണും. ആ ഒരു സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം, അവിടെ ഇനാഡിക്വസി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു അപ്രോച്ചിൽ. ക്രിറ്റിക് ഓഫ് ആർട്ടിക്കിൾ ഓർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് റിവ്യൂ നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ബുക്ക് റിവ്യൂ നടത്തുകയാണ്, അല്ലെങ്കിൽ ഫിലിം റിവ്യൂ നടത്തുകയാണ്. അപ്പോൾ അതിലെന്തുണ്ടാവും, അതിൻ്റെ മെറിറ്റും ഉണ്ടാവും, പിന്നെ അതിൽ ചേരാത്ത സംഭവങ്ങളും നമ്മളതിൽ പറയും. എന്നിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു സംഭവം, ഈ ഒരു ഫിലിം കാണണോ, ഈ ഒരു ബുക്ക് വായിക്കണോ എന്നുള്ളത് ഈ റിവ്യൂ നടത്തി കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്കതിന് എന്താണ്, അതിൻ്റെ ഒരു ഇനാഡിക്വസി പറഞ്ഞിട്ട് അതിൻ്റെ ആൾട്ടർനേറ്റീവ് എന്താണെന്നും കൂടി ഈ ഒരു ക്രിറ്റിക്കൽ ഇവാലുവേറ്റീവ് അപ്രോച്ചിൽ നമുക്ക് കാണിക്കാൻ പറ്റും. ബ്രിങ് ഔട്ട് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് വർക്ക്. കണ്ടോ, ക്രിറ്റിക്കൽ അല്ലെങ്കിൽ ഇവാലുവേറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് സ്വീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. ബുക്ക് റിവ്യൂ ആണെങ്കിൽ ആ എക്സിസ്റ്റിംഗ് വർക്കിൻ്റെ സ്ട്രെങ്ത് എന്താണ്, അതിൻ്റെ കുറവുകൾ എന്താണെന്നുള്ളത് അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു അപ്രോച്ചിലൂടെ. പിന്നെ എലമെൻറ്റ്സ് ഓഫ് പെർസുവേസീവ് റൈറ്റിംഗ്, അതിൽ പെർസുവേഷനും ഉണ്ടാവും. പ്രസൻസ് മോർ ദാൻ വൺ പോയിൻ്റ് ഓഫ് വ്യൂ ഇൻക്ലൂഡിങ് ദ റൈറ്റേഴ്സ് വ്യൂ. അതാണ്, ഒന്നിലധികം പോയിൻ്റ് ഓഫ് വ്യൂ കിട്ടും. റൈറ്റേഴ്സ് വ്യൂവിൽ അപ്പുറത്ത് ഇതങ്ങനെ ആക്കാമായിരുന്നു, ഇങ്ങനെ ആക്കാമായിരുന്നു എന്നൊക്കെ ഈ ഒരു എഴുത്തിൽ ക്രിറ്റിക്കൽ ഇവാലുവേറ്റീവ് അപ്രോച്ചിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതിങ്ങനല്ല, കുറച്ചും കൂടെ വേറൊരു രീതിയിൽ ഈ ഒരു അപ്രോച്ച്, ഈ ഒരു ഐഡിയ വെക്കാമായിരുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എഴുത്തുകാരൻ്റെ വർക്ക് നമ്മുടെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ക്രിറ്റിക്കലായിട്ട് അതിനെ വിശകലനം ചെയ്യുമ്പം നമ്മൾ ഈ നമ്മളൊരു വർക്ക് എടുത്തിട്ട് അതിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഡിയാസ് നോക്കും. ഇത് ശരിക്കും ഇവിടെ എങ്ങനെയല്ല വേണ്ടിയത്, അയാൾ അവിടെ മരിക്കാൻ പാടില്ലായിരുന്നു, എന്നാൽ കഥ രസം ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ റൈറ്റേഴ്സിൻ്റെ വ്യൂവിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂ കൂടി ഇൻക്ലൂഡ് ചെയ്യും ഇതിൽ ക്രിറ്റിക്കൽ അല്ലെങ്കിൽ ഇവാലുവേറ്റീവ് അപ്രോച്ചിൽ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവാലുവേറ്റ് മെറിറ്റ്സ്, പോയിൻ്റ് ഔട്ട് ഇനാഡിക്വസീസ്, പ്രസൻസ് മോർ ദാൻ വൺ വ്യൂ. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നോട്ട് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിറ്റിക്കൽ അല്ലെങ്കിൽ ഇവാലുവേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞതിൽ പ്രധാനമായിട്ടും പ്രസൻസ് മോർ ദാൻ വൺ പോയിൻ്റ് ഓഫ് വ്യൂ കിട്ടും, പിന്നെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എക്സിസ്റ്റിംഗ് വർക്കിൻ്റെത് കിട്ടും,
പിന്നെ എന്താണ് പെർസ്വേസീവ് റൈറ്റിങ്ങും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോയിൻറ്റ്സ് ടു ഇവാലുവേറ്റ് ദ മെറിറ്റ്. ഫസ്റ്റ് പോയിന്റ് ടു പോയിൻ്റ് ഔട്ട് ദ ഇനാഡിക്വസീസ് പ്രസൻസ് മോർ ദാൻ വൺ വ്യൂ. അതാണ് ക്രിറ്റിക്കൽ അപ്രോച്ച് എന്ന് ജസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവേണ്ടത് എന്താണ്? 3 പോയിൻറ്റ്സ്. ടു ഇവാലുവേറ്റ് ദ മെറിറ്റ്, ടു പോയിൻ്റ് ഔട്ട് ദ ഇനാഡിക്വസീസ്, പ്രസൻസ് മോർ ദാൻ വൺ വ്യൂ. ആ ഒരു സംഭവം കേട്ടോ. നെക്സ്റ്റ് നരേറ്റീവ് അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇങ്ങനെ സ്റ്റോറി എഴുതുന്ന ആ ഒരു മെത്തേഡാണ് നരേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞത് അല്ലേ. പ്രസൻസ് എ സ്റ്റോറി, പേഴ്സണൽ എക്സ്പീരിയൻസ്, ഐഡിയാസ് ത്രൂ നരേഷൻ. അതേ നമ്മൾ പറഞ്ഞു പാരഗ്രാഫ് തുടങ്ങിയ സമയത്ത് തന്നെ സബ്ജക്റ്റീവ് അല്ലെങ്കിൽ പേഴ്സണൽ റൈറ്റിങ്ങിന് നരേറ്റീവ് അപ്രോച്ചാണ് ഉപയോഗിക്കാന്ന്. യൂസസ് റിഫ്ലക്ഷൻസ് ടു ഡോക്യുമെൻ്റ് എക്സ്പീരിയൻസ് അല്ലേ. നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അതിൽ എഴുതുക. ഓഫൺ ഗീവ്സ് ലൈഫ് എക്സ്പീരിയൻസസ് ഓഫ് ദി റൈറ്റർ ആസ് എ മോഡൽ ഫോർ ലേണിംഗ് ഓർ റിയലൈസേഷൻ അല്ലേ. ലൈഫ് എക്സ്പീരിയൻസ് ആവാം റൈറ്ററിൻ്റെ, അതൊരു മോഡലാക്കിയിട്ട് ലേണിങ്ങിൽ അല്ലേ. പിന്നെ ക്യാൻ ബി റിട്ടൺ ഇൻ ഫസ്റ്റ് പേഴ്സൺ ആൻഡ് എൻഗേജസ് ദ റീഡർ ബൈ ദ യൂസ് ഓഫ് ഫസ്റ്റ് പേഴ്സൺ. ക്യാൻ ബി റിട്ടൺ ഫസ്റ്റ് പേഴ്സണിൽ എഴുതുക, എന്നിട്ട് റീഡറിനെ റീഡർ ബൈ ദ യൂസ് ഓഫ് ഫസ്റ്റ് പേഴ്സൺ, എന്നിട്ട് റീഡറിനെ എൻഗേജ് ആക്കുക ഫസ്റ്റ് പേഴ്സൺ ആയിട്ട്. കൺക്ലൂഷൻ വിത്ത് പേഴ്സണൽ വ്യൂ. നമ്മുടെ പേഴ്സണൽ വ്യൂ വെച്ചിട്ട് വേണം ഒരു നരേറ്റീവ് റൈറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നരേറ്റീവ് അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യുക. എക്സ്പോസിറ്ററി കുറേ അപ്രോച്ചുകൾ നമ്മൾ പഠിച്ചു. എക്സ്പോസിറ്ററി അപ്രോച്ചിൽ എന്തൊക്കെയാണ്? ടു എക്സ്പ്ലെയിൻ, ഇൻഫോം, ഡിഫൈൻ, ഡിസ്ക്രൈബ് എ സബ്ജക്റ്റ്. മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇൻഫോം ചെയ്യാൻ, ഡിഫൈൻ ചെയ്യാൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ ടെക്സ്റ്റ് ബുക്കിൽ സയൻസ് സബ്ജക്റ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് കോമൺലി ആ ഭാഗത്താണ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച്, യൂസ് ഓഫ് വിഷ്വൽ വേർഡ്സ് ഡിസ്ക്രിപ്ഷൻസ് ടു എനേബിൾ വിഷ്വലൈസിങ്, ഫിഗറേറ്റീവ് ആൻഡ് പോയറ്റിക് യൂസ് ഓഫ് ലൈഫ്. ഇതൊക്കെ ചാപ്റ്റർ 4 ഒന്നുകൂടി വിശദമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് പഠിക്കും. വിഷ്വൽ ഇമേജസുകൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ചുകൾ ഉപയോഗിക്കുക. പെർസ്വേസീവ് അപ്രോച്ച് ആകുമ്പോൾ എന്താണ്? aims to convince the readers to accept writer's point of view. പിന്നെ പ്രസൻറ്റ് ഫാക്റ്റും ആർഗ്യുമെൻസും ലോജിക്കൽ മാനറിലാണ്. പിന്നെ എവിഡൻസ് വെക്കണം ടു സബ്സ്റ്റാൻഷിയേറ്റ് ദ ആർഗ്യുമെൻറ്റ്സ്. നമ്മൾ ആർഗ്യുമെൻറ്റ് വെക്കുമ്പോൾ അത് തെളിയിക്കാനായിട്ട് എവിഡൻസും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. അനലിറ്റിക്കൽ ആകുമ്പോൾ മേ ബി കണ്ടെയ്ൻ എക്സ്പോസിഷൻ, പെർsuasion, ഡിസ്ക്രിപ്ഷൻ വേണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അനലിറ്റിക്കൽ അപ്രോച്ചിൻ്റെ പ്രത്യേകത കണ്ടെയ്ൻ എലമെൻറ്റ്സ് ഓഫ് എക്സ്പോസിഷൻ, പെർsuasion, ഡിസ്ക്രിപ്ഷൻ വേണം. ഓർഗനൈസിങ് ഫാക്റ്റ് ഓർ ഇൻഫർമേഷൻ ഇൻ ടു കാറ്റഗറൈസ്, ഗ്രൂപ്പ്, പാർട്സ് എക്സെട്ര. പിന്നെ എക്സാമിൻസ് റിലേഷൻഷിപ്പ് ഓഫ് ഐഡിയാസ്. അതാണ് അനാലിറ്റിക്കൽ. ക്രിറ്റിക്കൽ നമുക്ക് വേഗം പഠിക്കാൻ പറ്റും. ഇവാലുവേറ്റ് മെറിറ്റ്, പോയിൻ്റ് ഔട്ട് ഇനാഡിക്വസീസ്, പൊരുത്തല്ലായ്മ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും ക്രിറ്റിക്കൽ റൈറ്റിങ്ങിൽ. പിന്നെ പ്രസൻറ്റ് മോർ ദാൻ വൺ വ്യൂ, ഒരാളെ വ്യൂ മാത്രമല്ല നമ്മുടെ വ്യൂ കൂടി നമുക്ക് അവിടെ എഴുതാൻ പറ്റും. നരേറ്റീവ് എങ്ങനെ അവസാനിപ്പിക്കേണ്ടത്? പിന്നെ പേഴ്സണൽ വ്യൂവിൽ അവസാനിപ്പിക്കണം. പേഴ്സണൽ സ്റ്റോറി, പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. പിന്നെ റിഫ്ലക്ഷൻ ടു ഡോക്യുമെൻ്റ് എക്സ്പീരിയൻസ് ചെയ്യണം. ദെൻ ഫസ്റ്റ് പേഴ്സൺ നരേഷനിൽ എഴുതാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അപ്രോച്ചസിൽ പഠിക്കാനുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വെൽ. താങ്ക് യു.